appear for the prosecution, Your Honor. As a public prosecutor, it is my duty to see that the maximum punishment is given to the accused. But the investigating officer who charge sheeted this case didn't do it properly. Under these circumstances, I beg this honorable court to stop all the proceedings against the accused in this case. Mahasra Prakaram Mosham Poyittulladu 1994 model TV, 1994 model VCR, 93 model deck തുടങ്ങിയവയാണ്. പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 94 മോഡൽ ടിവിക്ക് പകരം 84 മോഡൽ ടിവി, ലേറ്റസ്റ്റ് മോഡൽ VCRന് പകരം 10 വർഷം പഴക്കമുള്ള VCR, അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളിലും മായം ചേർന്നിരിക്കുന്നു. In this context, I request this honorable court to take necessary action against the investigating officer who is the real culprit. That's all, Your Honor. ഇത്രയും വേണ്ടായിരുന്നു സാർ, അത് ഓപ്പൺ കോർട്ടിൽ വെച്ച്. പിന്നെ ഞാൻ എന്നാ പറയണം? എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം? ഒറിജിനലൊക്കെ എന്തോ ചെയ്തു? ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ? എവിടെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആള്? വന്നിട്ടില്ല. അയാൾ എന്റെ കൺവെട്ടെന്തെങ്കിലും കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും. പറഞ്ഞേക്ക്. അയാൾ ഫോണിൽ എന്നോട് പറയുക, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ, സാറ് വിഷമിക്കണ്ട, പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന്. ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണ്ണിക്കില്ലാത്ത ഞാൻ ഏത് റാങ്കിൽപ്പെട്ട ഓഫീസറായാലും ശരി തന്നെ ഇങ്ങോട്ട് അയച്ചില്ലേ, അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക്. മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം, കേട്ടോ? അപ്പോഴേ തൊണ്ടി VCRന് ഇപ്പൊ എന്നാ വില കിട്ടും? 2 എണ്ണം വേണമായിരുന്നല്ലോ. വളരെ മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്, ഞാൻ ശാലിനിയാ. അഡ്വക്കേറ്റ് ജോർജ് സാറിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു, ഓർക്കുന്നില്ലേ? LIC ഏജന്റ്. LIC മാത്രമല്ല, യൂണിറ്റ് ട്രസ്റ്റ്, നാഷണൽ സേവിങ്സ് എല്ലാം ഉണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഐ എം ഓൾറെഡി എ പോളിസി ഹോൾഡർ. എനിക്കറിയാം സർ. പോളിസി നമ്പർ 8256151. സം അഷ്യൂർഡ് 3 lakhs. അത് എടുത്തിട്ട് 5-6 വർഷമായില്ലേ. സാർ പ്ലാന്റർ ആണല്ലേ? ലവ്ഡേൽ എസ്റ്റേറ്റ് എന്നല്ലേ പേര്? റബ്ബർ, കാപ്പി, കുരുമുളക് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ എസ്റ്റേറ്റിലെ വരുമാനം, ഈ പ്രൊഫഷനിലെ വരുമാനം എല്ലാം കൂടി ഒരു നല്ല തുക സാറിന് ടാക്സ് കൊടുക്കേണ്ടി വരും. നല്ല പോലെ ഒന്ന് സ്കീം ചെയ്താൽ ഒരുപാട് ടാക്സ് സേവ് ചെയ്യാൻ കഴിയും. ഇതൊന്നും കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഏജന്റ് മെനക്കെടാറില്ല. സാർ ഒരു അല്പസമയം സ്പെയർ ചെയ്തെങ്കിൽ. ഐ എം സോറി, ഇപ്പൊ എനിക്ക് സ്പെയർ ചെയ്യാൻ സമയമില്ല. ഉച്ചയ്ക്ക് ശേഷം വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. നോ പ്രോബ്ലം സർ, ഞാൻ പിന്നെ വരാം. ഓക്കെ. എനിക്ക് ഈ ഡ്രൈവർ പണിയും ഗുമസ്ത പണിയും വക്കീൽ പണിയും അയ്യോ എന്നെ കൊണ്ട് വയ്യ. ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒക്കുകയല്ല. ഞാൻ രാജിവെക്കാൻ പോവാ. അതെ, ഒറ്റയ്ക്ക് നടത്തുപോട്ടെ, അപ്പൊ വിവരം അറിയും. സാർ പോളിസി എടുത്തിട്ടുണ്ടോ? അയ്യോ, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കണം സാർ. വലിയ എമൗണ്ട് ഒന്നും വേണ്ട. എന്തോന്ന്? LIC പോളിസി. ഓ, ടേക്ക് ഇറ്റ് ഈസി പോളിസി. അയ്യോ, അത് ഞാൻ എടുക്കുകയില്ല. ആ വീട്ടിൽ ആരാ സാർ താമസിക്കുന്നത്? കപ്ലിങ്സ്. ആര്? ഭാര്യ ഭർത്താക്കന്മാർ. അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാവോ? എന്തിനാ? LIC പോളിസി എടുപ്പിക്കാൻ. ഈ ജന്മത്ത് അവർ പോളിസി എടുക്കുന്ന പ്രശ്നമില്ല. അതെന്താ? അവർക്ക് LIC ഓഫീസിലാ ജോലി. അയ്യോ, ചമ്മി ചമ്മി ചമ്മി. രാത്രി കഴിക്കാൻ എന്നാ വേണം? കുതിരമുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചേക്ക്. കളിയാക്കാതെ ഞാൻ കുഞ്ഞെ. ഞാൻ എന്നാ അഭിപ്രായം പറയാനാ? ഞാൻ എന്നാ പറഞ്ഞാലും ദീനാമ കിട്ടുള്ളല്ലേ ഉണ്ടാക്കുള്ളൂ. ദീനാമയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. പോരെ? കോടതി കൊണ്ട് വിട്ടേച്ച് കുട്ടനോട് ജലദോഷത്തിനുള്ള മരുന്ന് വാങ്ങിച്ചോണ്ട് തരാൻ പറയാം. കാലിലൊന്ന് ഇണങ്ങി വന്നതായിരുന്നു. എന്നതാ എന്റെ മാണിക്കുഞ്ഞെ, ഒരു പുതിയ ചെരുപ്പ് മേടിര്, കാശ് ഇച്ചിരി മുടക്ക്. ഇത് ഇന്നാളല്ലയോ എന്നമ്മേ മേടിച്ചത്? 2 വർഷം പോലും ആയിട്ടില്ല. എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട, എന്നാലേലും ഒരു പുതിയ ചെരുപ്പ് മേടിര്. നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ. എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ ലൂടെ. നിങ്ങൾ ആ ബാഗ് തന്നെ. അനിയും കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മയുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത്. എന്നാ തോന്നിയാസായി പറയുന്നേ? തോന്നിയാസമല്ല, അവൻ ടൗണിൽ നിന്ന് STD വിളിക്കുന്നേ. ഫോൺ കയ്യിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് തോന്നും കൂടെ പിറന്നവളോടൊന്ന് സംസാരിക്കണമെന്ന്. ഉറക്കത്തിൽ പോലും വായടയ്ക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും. അതുകൊണ്ട് അവൻ വിളിച്ച മാണിക്കുഞ്ഞ് കൂടെ പുറപ്പെട്ടിട്ടുണ്ട്.
എന്ന് മാത്രം പറയാ, ഫോൺ വെക്കുക. വെറുതെ എനിക്ക് ഉണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ലോ എന്റെ അണ്ണാമ്മേ. ഞാൻ പോയേച്ചും വരട്ടെ. ഈ കൊച്ചൻ ഇത് എന്നാത്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ? വർക്കേ, വണ്ടി ഇറക്കിയോടാവേ. ഇറക്കി. ഏത് വണ്ടിയാ? പെട്രോൾ ആണ്. എന്നതാ ഡീസൽ ഓടിച്ചാൽ എനിക്ക് നെഞ്ചോമ്പര് വരും. ഇല്ലേ, ഡീസൽ മതി. താൻ എന്നെ സ്റ്റാൻഡ് വിട്ടേച്ചും പോരെ, ഞാൻ ബസ്സേ പൊക്കോളാം. അത് പ്രത്യേകിച്ച് പറയണോ? സാറ് കയറിയ നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ. ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി എന്റെ കൈ ചുമ്മാ ഇരുന്ന് ശമ്പളം വേണ്ടി മേടിക്കുന്നുണ്ടാ കൈതരിക്കുന്നേ. താൻ പെട്രോൾ കയറ്റിട്ട് ഡീസൽ ഇറക്കണോ? ഓ, പാഴ് ചെലവിന് ഓരോ എനങ്ങള്. മാണിക്കുഞ്ഞേ, എന്തുവാ? എന്റെ കഷായം തീർന്നിരിക്കുക. തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണേ. വാങ്ങിച്ചോണ്ട് വരാവേ. നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ, തുറന്നിട്ടേച്ച് വന്നേക്കോല്ലയോ ഗ്യാസ്. ചെന്നടക്കേ. 110 രൂപയും കൈക്കൂലിവാ. അട്ടയും മുണ്ടും ഇട്ടോണ്ട് നിക്കുവാ വേറൊരു വാഴിച്ചെലവ്. എന്റെ കർത്താവേ. എങ്ങോട്ടാ യാത്ര? ഞാൻ അനിയൻ കുഞ്ഞിന്റെ വീട് വരുന്നു പോവാ. അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിലാണ് ഞങ്ങളും വന്നേ. ആഹാ. അറിയത്തില്ലയോ? റോയ് മാത്യു, സൂസന്റെ അപ്പച്ചനാ. ആഹാ. മാണിക്കുഞ്ഞ്. ആഹാ. അപ്പോഴേ എന്താ രണ്ടുപേരും കൂടി അങ്ങോട്ടൊന്ന് വരുന്നേ? സൂസനെ പെണ്ണ് കാണാൻ ഈ ഞായറാഴ്ചയാണെങ്കിൽ സൗകര്യമായി. ഞാൻ അവനോടൊന്ന് ചോദിക്കാതെ എന്തുവാ പറയുന്നേ. ഏതായാലും ഞാൻ അവിടെ വരുന്ന് പോയേച്ചു വരട്ടെ. ഓക്കെ. റോയ് മാത്യു അമേരിക്കയിൽ എവിടാ? ഐ മീൻ ഫ്ലോറിഡ. അത് അമേരിക്കയിൽ എവിടെയായിട്ട് വരുമേ? മാണിക്കുഞ്ഞിന് അമേരിക്കയിലെ സ്ഥലങ്ങളൊക്കെ അറിയാവോ? പിന്നില്ലയോ, ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട്. വീട്ടിലോട്ട് കയറുന്നില്ലല്ലോ. സ്റ്റാൻഡ് വഴിക്കാന്നോ? എന്നെ കൂടെ കൊടുത്ത് വിട്ടേരെ. ഞാൻ വെറുതെ എന്തിനാ എന്റെ വണ്ടി എടുക്കുന്നേ? വർഗേ, നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഇട്ടോ. വെറുതെ എന്നാത്തിനാ പാഴ്ചെലവ്? ഇപ്പൊ പഴയതുപോലൊന്നും അല്ല എന്റെ സാറേ. പിരിവൊക്കെ ഓഫീസർമാർ നേരിട്ട് തന്നെ. രൂപക്കെട്ട ഐജിമാര് തന്നെ. പിന്നെ ബാക്കി താഴോട്ടുള്ള ഓഫീസർമാരുടെ എണ്ണം പറയണോ? പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ 2 ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ. കള്ള പോലീസ്. അത് സാറേ, ഇയാളുടെ ഭാര്യയുടെ മിടുക്കൊണ്ടാ. ആഹാ. അയ്യോ, അതല്ല സാറേ, ആ. ഇയാളുടെ ഭാര്യക്ക് ആർടി ഓഫീസിലാ ജോലി. ഓഹോ, അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ? അതെ, ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്താണ്. കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്താണ്. ഒന്നും തലേ കയറിയില്ലാന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ വരാൻ കേട്ടോ. അതല്ലേ നല്ലത്. ആ, അതാണ്. ഇവിടെ 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 ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ? അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ. 9 രൂപ 60 പൈസ. എന്റെ കർത്താവേ. 40 പൈസ ബാക്കി എന്നേ. 40 പൈസയോ? അതെ, 40. സാറേ, പെട്രോൾ വില കൂടിയ കാലത്ത് ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ല. ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ലായിരിക്കും, പക്ഷെ ഞാൻ കൊടുപ്പിപ്പിക്കും. ഇറങ്ങി എന്നേ. ഇത് 50 പൈസ. സാറിന്റെ ബാക്കി 40 പൈസ. എന്റെ വക 10 പൈസ. അതെ, തന്റെ വക 10 പൈസ തന്റെ ഇരിക്കട്ടെ, എന്റെ വക 40 പൈസ എന്റെ ഇരിക്കട്ടെ. അവിടെ അല്ലുവാ താഴെ ഇവിടെ. ഇന്ന് സ്റ്റാർട്ടാകല്ലടാവേ, മനുഷ്യരുടെ പ്രാക്ക. 2 രൂപ 70 പോകെ 1 രൂപ 30 പൈസ. അനിയൻകുഞ്ഞേ, അനിയൻകുഞ്ഞിന് കോടതി പോകുന്നില്ലയോ? ഒരു 10-15 മിനിറ്റ് ആകുമ്പോ. പോകുന്നതിന് മുന്നേ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. തന്നെ അങ്ങോട്ടൊന്നും കാണാനില്ലടോവേ. ഞാനിപ്പോ അങ്ങോട്ടൊന്നും വരാറില്ല, അതുകൊണ്ടായിരിക്കും. അല്ല, സമയം കിട്ടാറില്ല, അതുകൊണ്ട്. അനിയൻകുഞ്ഞേ, പറഞ്ഞ പോലെ. നീ എന്നെ അടുക്കുമായിരുന്നു രാവുവേ. ചേട്ടൻ വന്ന വിവരം നേരത്തെ പറയായിരുന്നു എന്നെ. ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയി. ആ കോഫി പസക്കാരുടെ കേസ് എന്നാ വെച്ചിരിക്കുന്നേ? 26, 25, 24, 23. 23 ഞായറാഴ്ച ആണെന്നുള്ള ഒരു ഓർമ്മയില്ലേ? അല്ല, സാർ ഓർത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തില്ല, മറന്നുപോയി. മറവിക്ക് നല്ലൊരു മരുന്നുണ്ട്. എന്താണ്? കുറച്ചുനാള് വീട്ടിൽ പോയി നിന്നാ മതി. നല്ല കാര്യമാ സാർ. നീ ഒന്നും ഉണ്ടായിരുന്നല്ല. ഡോക്ടർ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. തിരിച്ചു പോണതിന് മുൻപ് സൂസന്റെ കെട്ട് കിടത്തണോ നിർബന്ധം. പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം. ഇന്ന് സൂസന്റെ അമ്മാച്ചൻ ഇട്ടിച്ചൻ വീട്ടിൽ വന്നിരുന്നു. ആന്നോ? വരട്ടെ, നല്ല കാര്യം. കാപ്പിയെ കൊടുത്തിട്ടാണോ വിട്ടത്? എനിക്ക് ചൊറിഞ്ഞു വരുന്നു കേട്ടോ. എവിടെ ചൊറിയുന്നത്? ഞാൻ ചൊറിഞ്ഞു തരാം. ഒരു കാര്യം പറയുമ്പോഴാണ് ഇങ്ങനെ ചൂടാകാതെ ചേട്ടായി. ഇരിക്കേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇരിക്കും മാണിക്കുഞ്ഞ്. ഇതെന്നാ സ്വഭാവം മാനിയൻ കുഞ്ഞ്? ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്കുക. ആർക്കായാലും ദേഷ്യം വരികയല്ലേ? പറ, അമ്മാച്ചൻ വന്നിട്ട് എന്നാ പറഞ്ഞു? അമ്മാച്ചൻ ഒന്നും പറഞ്ഞില്ല. പറ ചേട്ടായി, എന്നാ പറഞ്ഞു? ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ ചെല്ലണമെന്ന്. അല്ല,
മാണിക്കുഞ്ഞിനും വേണ്ടായോ ഒരാലോചന? ചേട്ടൻ നിൽക്കുമ്പോ അനിയൻ. അതാ ഞാൻ കിടന്ന് ഉഴപ്പുന്നേ, അല്ലാതെ കാണാനും കെട്ടാനും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കയറി കെട്ടിയ നാട്ടുകാർ പറയും ഓവർടേക്ക് ചെയ്തെന്ന്. അത് പറഞ്ഞാൽ മാണിക്കുഞ്ഞിന് മനസ്സിലാകത്തൂല്ല, സമ്മതിക്കത്തൂല്ല. നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണ എത്തിയിട്ടുള്ളതാ. ആദ്യം ആർക്ക് ആലോചന വരുന്നോ അത് നടത്തും. ഇപ്പൊ വന്നിട്ടുള്ള നിനക്കാ, മനസ്സിലായോ? എവിടെ അപ്പഴേ ഞായറാഴ്ചത്തെ കാര്യം ഒരു തീരുമാനം പറയാതെ പോയാൽ എങ്ങനാ? അതൊക്കെ ചേട്ടാ ഇങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. ഇങ്ങനെ പറഞ്ഞേച്ചു പോയാൽ എന്നാ അർത്ഥം? വരുമെന്ന് തന്നെ. എന്നാത്തിനാ? പെണ്ണ് കാണാൻ. ആ മാണിക്കുഞ്ഞ്, അവിടെ അന്നാമ്മയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ? ഒരു വിശേഷവും ഇല്ല, നല്ല സുഖമാ. ദീനാമേ, നിങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഇടേണ്ടിയിരുന്നേ. അതെന്നാ? എന്നും ദീനമാന്നേ. അവള് കുഞ്ഞുനാളിലെ സൂക്കേടുകാരിയ, ഒത്തിരി കാശും ചെലവാക്കിയത്. ആ ഓർമ്മയ്ക്കായിരിക്കും എന്റെ കാശ് ചെലവാക്കുന്ന. ഇപ്പോ വീട്ടുകാര്യങ്ങൾക്കൊക്കെ ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം കൂടപ്പുറപ്പിനോട്. എന്നെ മുടി ഞാൻ പാഴ് ചെലവാന്നേ. 25 10 35 35 55 90 പൈസ പാഴ് ചെലവാന്നല്ലോ. നിങ്ങൾ നേരെ സെഷൻ സ്പോട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വന്നാൽ എങ്ങനെ? വൈകിട്ടോ നാളെ രാവിലെ വരും. ഓക്കെ. ജാമ്യത്തിൽ പോയ പ്രതിയെ കിട്ടിയോ? കിട്ടിയില്ല സാർ. ജാമ്യക്കാരെ പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞ് വരട്ടെ, നമുക്ക് പ്രതി നാനേ പൊങ്ങും. ശരി ശരിയെന്ന് പറഞ്ഞാ പോരാ, നടക്കണം. ചെല്. ഓ കുട്ടാ, വണ്ടി എടുക്ക്. ഓ കൊച്ചേ, വക്കീലിനെ കണ്ടില്ലയോ? കണ്ടു. സാറ് ധൃതിയിലായതുകൊണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു. എന്നാ കേസാ? ഡൈവോഴ്സാ? അയ്യോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാനൊരു LIC ഏജന്റാ. എന്റെ കർത്താവേ, ഞാനില്ല. ഇങ്ങനെ പേടിച്ചാലോ? അതും ഒരു പെണ്ണിനെ. അതെ, LIC ഏജന്റ് എന്ന് കേട്ടാൽ ആണായാലും പെണ്ണായാലും എനിക്ക് പേടിയാന്നേ. ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തനുണ്ട്, പിടിച്ചാ അട്ടയെ പോലെ വിടത്തില്ല. എന്നിട്ട് സാറ് പോളിസി എടുത്തോ? എന്നാ വാഴ ചെലവാണ്. സാർ ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാമോ? ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനൊന്ന് ഇരുന്നോട്ടെ സാർ. ചുമ്മാ ഇരിക്കും വെച്ചേ, മുഷിയും എഴുന്നേറ്റ് നിന്നോ. പറഞ്ഞോ. LICക്ക് പലതരം സ്കീംസ് ഉണ്ട്. പ്രായമായവർക്കുള്ളത്, മധ്യവയസ്കർക്കുള്ളത്, ചെറുപ്പക്കാർക്കുള്ളത്, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത്. കുട്ടികൾക്ക് മാത്രമായിട്ട് എന്നാ സ്കീമാ ഉള്ളത്? ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ളത്, പെൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിനുള്ളത്, അങ്ങനെ പലതും. അതിനുള്ള പേപ്പേഴ്സ് ഉണ്ടോ വെച്ചേ? ഉണ്ടല്ലോ. ഇങ്ങെടുത്തേ. ഓ, ഇംഗ്ലീഷ് ആണോ? മതി മാണിക്കുഞ്ഞ് ആലോചിച്ചത്, ഇനി നാളെ ആവട്ടെ. പിടികിട്ടി. ഫ്ലോറിഡ. എവളല്ലടോ. അവളുടെ അപ്പച്ചനും അമ്മച്ചിയും. ഏതവളുടെ? അനിയും കുഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചിയെ അങ്ങ് ഫ്ലോറിഡയിലാണ്, അമേരിക്കയിൽ. സാറ് മിന്നുമായിട്ട് അങ്ങ് എത്തുമ്പോഴേക്കും പെണ്ണ് മൂത്ത് നരച്ചു പോകത്തില്ലയോ? അതിനല്ലേടാ എയറോപ്ലെയിൻ. അതിന് ചാർജ് കൂടുതലല്ലേ? അതുകൊണ്ട് അവരെത്തണ കപ്പലിൽ വന്ന്. അതാവുമ്പോ പാഴ്ചെലവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആലോചന എന്റെ സാറിനേക്കാൾ കൂടുതൽ ചേരുന്നത് ഇവിടത്തേക്കല്ലയോ? ഈ ബന്ധം ഉറപ്പിക്കാൻ മേലായോ? ഉറപ്പിക്കാനും വിളിച്ചു പറയാനും നീ അങ്ങനെ പള്ളി വികാരം കൊള്ളാതെ. മാണിക്കുഞ്ഞ് ഇത്തിരി ഓവറാ, നീ ഒന്ന് നോക്കൂ. നാളത്തെ ഫയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. വിളിച്ചോളൂ, ഞാൻ തീർത്തോളാം കേട്ടോ. എവനൊരു വാഴ്ചലവാ. മാണിക്കുഞ്ഞെ, ഉയ്യോ മാണിക്കുഞ്ഞെ, ഇതെന്നതായി കാണിക്കുന്നേ? ഇതാ ബാത്റൂമോ? ചെല്ലേ. അവിടെ കുട്ടാ. മാണിക്കുഞ്ഞ് എഴുന്നേറ്റോ? എന്നാ പണിയാ മാണിക്കുഞ്ഞ് ഇന്നലെ കാണിച്ചത്? ഇന്നലെ രാത്രി ആ വാർഡ്രോബ് മുഴുവൻ നാറ്റിയനല്ലോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. എന്നതാ? ബാത്റൂമിൽ കയറിയിട്ട് നേരം വെളുക്കുന്നവരെ എല്ലാം തല്ലിപ്പൊളിക്കായിരുന്നു. കുട്ടാ, മാണിക്കുഞ്ഞിനെ എസ്റ്റേറ്റിൽ കൊണ്ടേ വിട്ടേച്ചു. പാഴ് ചെലവാന്നേ. എന്നെ സ്റ്റാൻഡിലോട്ട് അങ്ങനെ വിട്ടാ മതി. ഞാൻ വല്ല ബസ്സേലും മലിയേറി പൊക്കോളാം. ഒരു ബസ്സേലും മലിഞ്ഞേറി പോകണ്ട, പോവാന്നേ കാറേ പോയാ മതി. എന്നാത്തിനെ? അതെന്നാ കാറി കേറുകയല്ലേ? നീ പോടാ പോയി. നിന്നേക്കാൾ മുമ്പ് കാറി കയറിയിട്ടുള്ളവനാ. ഇങ്ങോട്ട് മാറിയെന്നേ കിഴങ്ങൻ. അനികുഞ്ഞെ, ഞായറാഴ്ചത്തെ കാര്യം മറക്കരുത്.
ഇതങ്ങ് മറന്നോ? ഓ ഇനി ഇവരെന്തുവാ? അല്ല ഇത് പൊതിഞ്ഞു വെച്ചിട്ട് എന്താ എടുക്കാഞ്ഞ്? ഇതെന്നതാ പൊതിയില്? 3-4 പഴയ ഷർട്ടാ. ആർക്കാ? എനിക്കാ. പഴയതെന്ന് വെച്ചാ കീറിയതൊന്നും അല്ല, കാണാൻ പുതിയതുപോലൊക്കെ തന്നെ. ഞാൻ ഇട്ട് നോക്കി, എന്റെ നിന്റെ സൈസ് ഒന്നാ. ഒരു പൊടിക്ക് വലുതാണെന്നൊരു സംശയം ഇല്ലേ ദിനാമേ? കോരി കുടിക്കാൻ സമുദ്രം ഉണ്ടെങ്കിലും ചിലർ നക്കിയെ കുടിക്കാന്ന് വെച്ചാൽ എന്നാ ചെയ്യും? അല്ല, ഞാൻ അറിയാഞ്ഞൊരു ചോദിക്കുക, ആർക്ക് വേണ്ടിയാ മാണിക്കുഞ്ഞ് പിച്ചിക്ക് കാണിക്കുന്നേ? കുറെ നാളായി ഞാൻ സഹിക്കുന്നു. ഇല്ല, നിർത്തി. ഇനി പഴയത് ഇടുന്ന പ്രശ്നമില്ല, പുതിയത് മാത്രം. ശരി കൂട്ടാ. പോകുന്ന വഴിക്ക് ആ രാജന്റെ കടയിൽ നിന്ന് മാണിക്കുഞ്ഞിന്റെ അളവിൽ ഒരു 5 ഷർട്ടും കൊണ്ട് വാങ്ങിച്ചോണ്ട് പോയിക്കോ. ഇന്ന് തന്നെ വേണോ? ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചോളാന്നേ. ഇന്ന് തന്നെ വേണം, ഇങ്ങനെ വാങ്ങാൻ വേണം. പറഞ്ഞോട്ടാ. ഇവനിത് എന്നാത്തിന്റെ കേടാ? സാറിന്റെ സൈസ് എത്രയാ? 40 41? 40 ആണെങ്കിൽ സാറിന് ഇടാം. 41 ആണെങ്കിലോ? എനിക്കിടാം. നീ കുറെ ഒലത്തോലോടാവേ. അയ്യേ, ഇതെന്തിനാ? ഇതും കൂടി ഇരിക്കട്ടാവേ. നീ പോ, ഞാൻ ഇറങ്ങുവാന്നേ. ഇറക്കി കഴിഞ്ഞു.